Hello, good morning, everyone. Welcome to today's session. Last class, we had gone through a consolidation test and we have studied some basic definitions on consolidation. The test results were also discussed, some of the graphs were studied, and today we will be discussing on the determination of void ratio at various load increments. That is, there are mainly two methods for the determination of void ratio. One of the method is height of solids method, and the second method is uh, change in void ratio method. Okay, സോ എന്തുകൊണ്ടാണ് നമ്മൾ ഈ വോയിഡ് റേഷ്യോ കണ്ടുപിടിക്കുന്നത്, എന്തിനാണ് നമ്മൾ ഈ വോയിഡ് റേഷ്യോ ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മൾ കൺസോൾട്ടേഷൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് വോയിഡ് റേഷ്യോ എഫക്റ്റീവ് പ്രഷർ ഗ്രാഫാണ്. ദ ഫൈനൽ ടെസ്റ്റ് റിസൾട്ട് അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്, ആ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് പല ഗ്രാഫ്സാണ്. നമ്മളത് കണ്ടതാണ്, ലോഡിങ്, അൺലോഡിങ്, റീലോഡിങ് ഗ്രാഫുകളെല്ലാം കണ്ടതാണ്. അതുപോലെ തന്നെ ഒരുപാട് ബേസിക് ഡെഫിനിഷൻസ്, അതായത് കംപ്രഷൻ ഇൻഡെക്സ്, അതുപോലുള്ള ഒരുപാട് ഇൻഡിസസ്, അതുപോലെ തന്നെ പല കോഎഫിഷ്യൻ്റ് ഓഫ് വോളിയം ചേഞ്ച്, അതുപോലുള്ള ചില ടേംസ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. ഇതെല്ലാം ബേസ് ചെയ്യുന്നത് ചില ഗ്രാഫ് ബേസ് ചെയ്താണ്. ഓക്കെ, ഈ ഗ്രാഫിൻ്റെ എക്സ് ആക്സിസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? എക്സ് ആക്സിസ് എന്ന് പറയുന്നത് പ്രഷറും, വൈ ആക്സിസ് അല്ല ആപ്സിസ് ഓർഡിനേറ്റ് എന്ന് പറയുന്നത് വോയിഡ് റേഷ്യോവും ആയിരുന്നു അല്ലേ? അതെ, വോയിഡ് റേഷ്യോവും ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഈ വോയിഡ് റേഷ്യോ നമുക്ക് ആ ഗ്രാഫിൽ അല്ലെങ്കിൽ നമുക്ക് ആ എക്സ്പെരിമെൻറ്റിൽ നിന്ന് എങ്ങനെ കിട്ടും? നമ്മൾ ആ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രഷറാണ് കൂട്ടിക്കൊടുക്കുന്നത് അല്ലേ? നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നത് പ്രഷറാണ്, ഓവർ ബേർഡൻ പ്രഷറാണ്. നമ്മളിപ്പോൾ 10 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ പ്രഷർ ആദ്യം കൊടുത്തെങ്കിൽ അത് നമ്മൾ ഓരോ ടൈം ഇൻ്റർവെൽസിൽ അതിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് കൊടുത്തിട്ട് എത്രമാത്രം സോയിൽ കൺസോളിഡേറ്റ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കും. ഓക്കെ, ഇപ്പോൾ ഇതിനകത്ത് എവിടെയാണ് വോയിഡ് റേഷ്യോ അല്ലെങ്കിൽ വൈ ആക്സിസിൽ കൊടുക്കേണ്ട വോയിഡ് റേഷ്യോ, ഇതിൽ നിന്ന് എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നതെന്ന് നിങ്ങൾക്ക് എന്തായാലും ഡൗട്ട് തോന്നിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അത് നമ്മൾ കണ്ടുപിടിക്കുന്ന മെത്തേഡ്സ് ആണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് മെത്തേഡ് ഈസ് ഹൈറ്റ് ഓഫ് സോളിഡ്സ് മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഹൈറ്റ് ഓഫ് സോളിഡ്സ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ സ്പെസിമെൻ, നമ്മുടെ കൺസോൾഡോമീറ്ററിനകത്തുള്ള സ്പെസിമെൻ്റെ ഹൈറ്റ് യൂസ് ചെയ്താണ് ഇത് ഡിറ്റർമൈൻ ചെയ്യുന്നത്, അതായത് വോയിഡ് റേഷ്യോ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതായത് ഹൈറ്റ് ഓഫ് സോളിഡ്സ് യൂസ് ചെയ്ത് വോയിഡ് റേഷ്യോ ഡിറ്റർമൈൻ ചെയ്യും. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് മെത്തേഡ്. ആൻഡ് ദ സെക്കൻഡ് മെത്തേഡ് ഈസ് വോയിഡ് റേഷ്യോ തന്നെ അതിൻ്റെ ചേഞ്ച്, അത് ഓരോ ടൈമിലെയും പ്രഷർ ഇൻക്രിമെൻറ്റ് കാരണം വരുന്ന ചേഞ്ചസ് നോട്ട് ചെയ്ത് കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് സെക്കൻഡ് മെത്തേഡ്. സോ ഫസ്റ്റ് മെത്തേഡ് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് മെത്തേഡിൻ്റെ പേര് തന്നെ ഉണ്ട് എന്താണെന്നുള്ളത്, ഹൈറ്റ് ഓഫ് സോളിഡ്സ് മെത്തേഡ്. ഹൈറ്റ് ഓഫ് സോളിഡ്സ് എന്ന് പറയുന്നത് എന്താണ് മീൻ ചെയ്യുന്നത്? ഇറ്റ് ഈസ് എ ഈക്വലൻറ്റ് ഹൈറ്റ് ഓഫ് സോളിഡ്സ് അല്ലേ? സോളിഡ്സിൻ്റെ ഹൈറ്റിനെയാണ് ഹൈറ്റ് ഓഫ് സോളിഡ്സ് എന്ന് പറയുന്നത്. നമ്മളൊരു സോയിൽ എടുക്കുന്ന സമയത്ത് ആ സോയിലിന് ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ഹൈറ്റ് ഓഫ് ദ സോയിൽ സ്പെസിമെൻ എന്നാണ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത്. അതിനെ എച്ച് എന്ന് പറഞ്ഞ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുവാണെങ്കിൽ ഹൈറ്റ് ഓഫ് സോളിഡ്സിനെ നമുക്ക് എച്ച് എസ് എന്ന് പറഞ്ഞ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം അതിൻ്റെ വോളിയം എന്തായിരിക്കും? വി എസ് ആയിരിക്കും. വോളിയം ഓഫ് ദ സോയിൽ എന്ന് പറയുന്നത് ക്യാപിറ്റൽ വി ആണെങ്കിൽ വോളിയം ഓഫ് ദ സോളിഡ്സ്, ആ സോയിലുള്ള സോളിഡ്സിനെ വി എസ് എന്ന് പറഞ്ഞ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. എം എസിനെ, ഡ്രൈ മാസ് ഓഫ് സോളിഡ്സിനെ എം എസ് എന്നും, സ്പെസിഫിക് ഗ്രാവിറ്റി ജി എന്നും, ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദ സ്പെസിമെനെ എ എന്നും റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, അതായത് എച്ച് എസ് ഇസ് ഈക്വൽ ടു വി എസ് ഡിവൈഡ് ബൈ എ അല്ലേ? അതായത് ഹൈറ്റ് ഓഫ് സോളിഡ്സ് എന്ന് പറയുന്നത് വോളിയം ഓഫ് ദ സോളിഡ്സ് ഡിവൈഡ് ബൈ ഏരിയ. അങ്ങനെ എഴുതാമല്ലോ, കാരണം ഹൈറ്റ് എന്ന് പറയുന്നത് വോളിയം ഡിവൈഡ് ബൈ ഏരിയ ആണല്ലോ, സിമ്പിൾ റിലേഷൻഷിപ്പ്. ഓക്കെ, അപ്പം വോളിയം എന്ന് പറയുന്നത് എന്താണ്? വോളിയത്തെ നമുക്ക് എങ്ങനെ മാസിൻ്റെ ടേംസിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും? അതായത് നമുക്കറിയാം ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ബൈ വോളിയം ആണ്. സോ വോളിയം ഈസ് ഈക്വൽ ടു മാസ് ബൈ ഡെൻസിറ്റി ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എം എസ് ഡിവൈഡ് ബൈ റോ എസ് ഇൻറ്റു ഏരിയ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നമുക്കിതിനെ വാട്ടറിൻ്റെ ഡെൻസിറ്റിയിലോട്ട് കൺവേർട്ട് ചെയ്യാം. നമുക്കറിയാം സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് എന്താണ്? റേഷ്യോ ഓഫ് ദ ഡെൻസിറ്റീസ് ആണ്. അതായത് സോളിഡ് ഡെൻസിറ്റി ഡിവൈഡ് ബൈ വാട്ടർ ഡെൻസിറ്റി ആണ്
സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. സോ നമുക്ക് അത് വെച്ചിട്ട് റോയ്സിനെ എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ജി റോ ഡബ്ല്യു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ അവർ ഇക്വേഷൻ ഫോർ ഹൈറ്റ് ഓഫ് സോളിഡ്സ് ബിക്കം ms divided by g rho w into a. Okay, where ms is the mass of the solids, g is the specific gravity of the solids, rho w is the density of the water, and a is the area of the cross section. Okay, so ഈ ഇക്വേഷൻ ആണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് വേ ഓഫ് ഡിറ്റർമിനേഷനിൽ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ. ഓക്കെ, ഇതിനകത്ത് നമുക്ക് ഹൈറ്റ് ഓഫ് സോളിഡ്സ്, വോളിയം ഓഫ് സോളിഡ്സ്, ഡ്രൈ മാസ് ഓഫ് ദ സാമ്പിൾ, സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദ സോളിഡ്സ്, ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് ദ സ്പെസിമെൻ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഇക്വേഷനിലുള്ളത്. ഓക്കെ, സോ നമുക്ക് ആ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് HS കണ്ടുപിടിക്കാമെന്ന് വെച്ചോ. HS കണ്ടുപിടിക്കാം, ഹൈറ്റ് ഓഫ് സോളിഡ്സ് കണ്ടുപിടിക്കാം. പക്ഷേ നമുക്ക് ഹൗ ക്യാൻ വി റിലേറ്റ് ദിസ് ഹൈറ്റ് ഓഫ് സോളിഡ്സ് ടു ദ വോയിഡ് റേഷ്യോ? വോയിഡ് റേഷ്യോ ആയിട്ട് എങ്ങനെ നമുക്ക് റിലേറ്റ് ചെയ്യണം? ബിക്കോസ് നമുക്ക് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ വോയിഡ് റേഷ്യോ. വോയിഡ് റേഷ്യോ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ നമുക്കുള്ളത് ഹൈറ്റ് ഓഫ് സോളിഡ്സ് ആണ്. ഹൈറ്റ് ഓഫ് സോളിഡ്സ് ഈക്വേഷൻ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെ വോയിഡ് റേഷ്യോ കണ്ടുപിടിക്കും? അപ്പോൾ വോയിഡ് റേഷ്യോയെ നമ്മൾ എങ്ങനെ ഹൈറ്റ് ഓഫ് സോളിഡ്സുമായിട്ട് റിലേറ്റ് ചെയ്യും? അതിന് നമുക്കറിയാവുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. വോയിഡ് റേഷ്യോ E ഈസ് ഈക്വൽ ടു, നമുക്കറിയാം ബേസിക് റിലേഷൻഷിപ്പ് വി. എന്താണ് ആ റിലേഷൻഷിപ്പ്? VV ഡിവൈഡ് ബൈ VS അല്ലേ? വോളിയം ഓഫ് വോയിഡ്സ് ഡിവൈഡ് ബൈ വോളിയം ഓഫ് സോളിഡ്സ് എന്ന് പറയുന്നതാണ് വോയിഡ് റേഷ്യോ. ഈ വോളിയം ഓഫ് വോയിഡ്സിനെ നമുക്ക് ടോട്ടൽ വോളിയം മൈനസ് ടോട്ടൽ സോളിഡ് വോളിയം ഡിവൈഡ് ബൈ VS എന്ന് എഴുതാമല്ലോ. കാരണം ഒരു സോയിൽ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് വോയിഡ്സിൻ്റെയും സോളിഡ്സിൻ്റെയും കൂടെ വോളിയത്തിൻ്റെ സം അപ്പ് ആയിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് V മൈനസ് VS VV എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മൾ അങ്ങനെ എഴുതി. ഇനി നമുക്ക് ഈ V മൈനസ് VS, അതായത് V എന്ന് പറയുന്നത് എന്താണ്? വോളിയമാണ്. വോളിയം എന്ന് പറഞ്ഞാൽ എന്താ? ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. ഓക്കെ, ഏരിയ ഇൻറ്റു ഹൈറ്റ് മൈനസ് ഏരിയ ഓഫ് സോളിഡ്സ് ഇൻറ്റു ഹൈറ്റ് ഓഫ് സോളിഡ്സ് ഡിവൈഡ് ബൈ ഏരിയ ഓഫ് സോളിഡ്സ് ഇൻറ്റു ഹൈറ്റ് ഓഫ് സോളിഡ്സ്. ഇങ്ങനെ എഴുതാൻ പറ്റുമല്ലോ. ഓക്കെ, അപ്പം ഇവിടെ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദ സോളിഡ്സ് എന്ന് പറഞ്ഞാലും ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് ദ സോയിൽ സ്പെസിമെൻ എന്ന് പറഞ്ഞാലും ഈക്വൽ ആണ്. സോ ASും Aയും ഈക്വൽ ആണ്. സോ ഇതെല്ലാം കട്ടായി പോകും. സോ ദ ഇക്വേഷൻ ബിക്കംസ് H മൈനസ് HS ഡിവൈഡ് ബൈ HS എന്നാവും. ഓക്കെ, അപ്പം നമുക്കൊരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് കിട്ടി. അതായത് വോയിഡ് റേഷ്യോയും ഹൈറ്റ് ഓഫ് സോളിഡും തമ്മിലുള്ളൊരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് നമുക്ക് കിട്ടി. ഈ H എന്ന് പറയുന്നത് ടോട്ടൽ ഹൈറ്റ് ഓഫ് ദ സ്പെസിമെൻ ആണ്. നമ്മൾ ആ കൺസോൾഡോമീറ്ററിനകത്ത് ഞാൻ പറഞ്ഞില്ല സോയിൽ സ്പെസിമെൻ എടുക്കുമെന്ന്, അതിൻ്റെ ഇനിഷ്യൽ ഹൈറ്റ് ആയിരിക്കും ഈ H എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വോയിഡ് റേഷ്യോയും ഹൈറ്റ് ഓഫ് സോളിഡും തമ്മിൽ റിലേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഓരോ പ്രഷർ ഇൻക്രിമെൻറ്റിന് അനുസരിച്ചുള്ള ഡയൽ ഗേജ് റീഡിംഗ് ഉണ്ട്. ഡയൽ ഗേജ് റീഡിംഗ് നോട്ട് ചെയ്തിട്ട് നമ്മൾ ഡെൽറ്റ H എന്ന് പറഞ്ഞൊരു സംഭവം കണ്ടുപിടിക്കും. ഡെൽറ്റ H ചേഞ്ച് ഇൻ തിക്നെസ് ആണ് ഡെൽറ്റ H എന്നുള്ളത്. ആ ഡെൽറ്റ H യൂസ് ചെയ്തിട്ട് നമ്മൾ ഓരോ ടൈമിലെയും ഹൈറ്റ് ഓഫ് ദ സ്പെസിമെൻ കണ്ടുപിടിക്കും. H എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യും. അതിന് യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് താഴെ കൊടുത്തിരിക്കുന്നത്. H ഈസ് ഈക്വൽ ടു H0 പ്ലസ് ഡെൽറ്റ H. അതായത് H എന്ന് പറയുന്നത് ടോട്ടൽ ഹൈറ്റ് ഓഫ് ദ സോയിൽ സ്പെസിമെൻ, H0 എന്ന് പറയുന്നത് ഇനിഷ്യൽ ഹൈറ്റ്. ഇപ്പം ഇനിഷ്യൽ ഹൈറ്റ് 25 mm ആണെങ്കിൽ ഡെൽറ്റ H എന്ന് പറയുന്നത് ഇവിടെ കാണുന്ന ഇക്വേഷനാണ്. ഡെൽറ്റ H എന്ന് പറയുന്നത് നമ്മുടെ ചേഞ്ച് ഇൻ തിക്നെസ് ആണെങ്കിൽ, ഇപ്പോൾ ആദ്യം നമ്മൾ ലോഡ് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രഷർ കൊടുക്കുന്ന സമയത്ത് ഒരു 1 mm ആണ് ഡെൽറ്റ H വന്നെങ്കിൽ പുതിയ H എന്ന് പറയുന്നത് 25 മൈനസ് 1 ആയിരിക്കും. ഇപ്പോൾ 24 വരും. അതായത് ലോഡ് കൊടുക്കുമ്പോൾ സോയിലിലെ തിക്നെസ് കുറയും. ഡയൽ ഗേജ് റീഡിങ്ങിൽ ഒരു വാല്യൂ വരും. ആ വാല്യൂ ഇതിൽ നിന്ന് കുറയ്ക്കുമ്പോൾ നമുക്ക് പുതിയ തിക്നെസ് കിട്ടും. ഓക്കെ, അപ്പോൾ H ഈസ് ഈക്വൽ ടു H0 പ്ലസ് നിട്ടാലും പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ H എന്ന് ഇട്ടാലും മതി. ഓക്കെ, പ്ലസ് ഓർ ആ നെഗറ്റീവ് സൈൻ വരുന്നത് ആ തിക്നെസ് അവിടെ കുറയുന്നതുകൊണ്ടാണ്. പ്ലസ് ഓർ മൈനസ് എന്ന് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ H ഈസ് ഈക്വൽ ടു H0 പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ H, അതായിരിക്കണം ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓരോ കേസിലും, അതായത് ഓരോ ഇൻക്രിമെൻറ്റ് ഓഫ് പ്രഷറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെൽറ്റ H കണ്ടുപിടിച്ച് പുതിയ തിക്നെസ് ഓഫ് ദ സോയിൽ കണ്ടുപിടിക്കും. എന്നിട്ട് H മൈനസ് HS കണ്ടുപിടിക്കും. എന്നിട്ട് H മൈനസ് HS ഡിവൈഡ് ബൈ HS കണ്ടുപിടിക്കും. അപ്പോൾ ഈ കിട്ടും. ഈ HS നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നമ്മുടെ ഇക്വേഷൻ ഉണ്ടല്ലോ, HS ഈക്വൽ ടു MS ഡിവൈഡ് ബൈ G റോ W ഇൻറ്റു 1/A. ലാസ്റ്റ് സ്ലൈഡിൽ പറഞ്ഞ അതേ ഇക്വേഷൻ. ആ ഇക്വേഷൻ യൂസ് ചെയ്ത് HS കണ്ടുപിടിക്കും. H നമ്മൾ ഈ ഡയൽ ഗേജ് റീഡിങ് യൂസ് ചെയ്ത് കണ്ടുപിടിക്കും. അത് രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്ത് ഡിവൈഡ് ബൈ HS ചെയ്യുമ്പോൾ നമുക്ക് ഈ കിട്ടും. ഇങ്ങനെ ഓരോ
പോയിന്റ് ഓഫ് ഇൻക്രിമെൻ്റ് ഓഫ് പ്രഷറിലെയും ഇ നമുക്ക് കണ്ടുപിടിക്കാം. ആ ഇയും ഈ സിഗ്മയും യൂസ് ചെയ്ത് നമ്മൾ ഗ്രാഫ് വരയ്ക്കും. ദിസ് ഈസ് ഹൗ ദ ഗ്രാഫ് ഈസ് മെയ്ഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് മെത്തേഡ് ഓഫ് ഫൈൻഡിങ് ദ വോയിഡ് റേഷ്യോ. ഓക്കെ, നമ്മളിനി സെക്കൻഡ് മെത്തേഡ് ഓഫ് ഡിറ്റർമിനേഷൻ ആണ് പഠിക്കാൻ പോകുന്നത്, ചേഞ്ച് ഇൻ വോയിഡ് റേഷ്യോ മെത്തേഡ്. ഓക്കെ, ഇപ്പോൾ ചേഞ്ച് ഇൻ വോയിഡ് റേഷ്യോ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും, അതിനകത്ത് നമ്മൾ ഈ ഹൈറ്റ് ഓഫ് സോളിഡ് ഒന്നും എടുക്കത്തില്ല, വോയിഡ് റേഷ്യോയുടെ ചേഞ്ച് വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞ ഈ രണ്ട് ഡിറ്റർമിനേഷൻ ഓഫ് വോയിഡ് റേഷ്യോയിൽ ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് സോയിലിന് വേണേലും യൂസ് ചെയ്യാം. അതായത് സാച്ചുറേറ്റഡ് ആയാലും അൺസാച്ചുറേറ്റഡ് ആയാലും ഏത് ടൈപ്പ് ഓഫ് സോയിലിനും യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ സെക്കൻഡ് കേസ് എന്ന് പറയുന്നത്, ഇപ്പോൾ പറയാൻ പോകുന്ന കേസ് എന്ന് പറയുന്നത്, നമ്മൾ സാച്ചുറേറ്റഡ് കണ്ടീഷനിലേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് S=1, ടോട്ടൽ ഫുൾ ഓഫ് വോളിയം ഓഫ് വോയിഡ്സ് ഫുള്ള് വെള്ളം ആവുന്ന സമയത്തുള്ള കേസിൽ മാത്രമേ നമുക്ക് ഈ സെക്കൻഡ് മെത്തേഡ് ഓഫ് ഡിറ്റർമിനേഷൻ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് EL=WG ആണ്. ഓക്കെ, EL=WG. സോ അപ്പോൾ നമുക്ക് തോന്നും ഈ ഇക്വേഷൻ എവിടെ നിന്ന് വന്നതെന്ന്. നമുക്കറിയാം ES=GW ആണ്. നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള ഇക്വേഷൻസ് ആണ്, ആദ്യമേ പഠിച്ച ഇക്വേഷൻ ആണ്. നമ്മുടെ ജിയോ ടെക്നിക്കൽ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് തന്നെ പഠിച്ച ഇക്വേഷനാണ് ES=GW. അതിനകത്ത് S1 ആവുന്ന സമയത്ത്, അതായത് കംപ്ലീറ്റ് സാച്ചുറേറ്റഡ് സോയിലിൻ്റെ കേസിൽ E=GW അല്ലെങ്കിൽ WG നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഈ EL എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഫൈനൽ വോയിഡ് റേഷ്യോ ആണ്. ഓക്കെ, ലാസ്റ്റ് വോയിഡ് റേഷ്യോ എന്ന് അല്ലെങ്കിൽ ഫൈനൽ വോയിഡ് റേഷ്യോ എന്നൊക്കെ പറയാം. സോ ദാറ്റ് ഈസ് EL. സോ EL=WG വെൻ ദ സോയിൽ ഈസ് ഫുള്ളി സാച്ചുറേറ്റഡ്. അപ്പോൾ ഇത് മാത്രമല്ല, നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്, V - VS ഡിവൈഡ് ബൈ VS. V - VS ഡിവൈഡ് ബൈ VS. ഓക്കെ, നമുക്ക് ഇതിനെ പിന്നെ എങ്ങനെ എഴുതാം? E=V/VS - 1. ഡിനോമിനേറ്റർ ന്യൂമറേറ്ററെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ V/VS - 1 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇതിനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യുന്ന സമയത്ത് V = VS × 1 + E എന്ന് എഴുതാം. V = VS × 1 + E. ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, നമുക്കിത് കിട്ടും. ഓക്കെ, സോ അവർ ഫൈനൽ ഇക്വേഷൻ ഈസ് V = VS × 1 + E. വിയെ നമുക്ക് A × H എന്ന് എഴുതാമല്ലോ, കാരണം A × H അല്ലേ V. വോളിയം എന്ന് പറഞ്ഞാൽ ഏരിയ × ഡെപ്ത് ആണ്, അല്ലെ ഹൈറ്റ് ആണ്. VS × 1 + E എന്ന് എഴുതി, H = VS × 1 + E എന്ന് എഴുതി. നമ്മൾ ഇതിനോട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോവാം. അപ്പം A × DH = VS × DE ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ if this is equation 1 and mark this as equation 2. നമുക്ക് ഈ ഇക്വേഷൻസ് 1 and 2 എന്ന് ഡിവൈഡ് ചെയ്യാം. ഇക്വേഷൻ 1 ഡിവൈഡ് ബൈ ഇക്വേഷൻ 2. ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് DH ഡിവൈഡ് ബൈ H = DE ഡിവൈഡ് ബൈ 1 + E എന്ന് കിട്ടും. സോ ഈ ഇക്വേഷനാണ് നമ്മൾ ഈ ഒരു കേസിൽ ഈ സെക്കൻഡ് ഡിറ്റർമിനേഷനിൽ യൂസ് ചെയ്യുന്ന നമ്മുടെ ഇക്വേഷൻ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. സോ നമുക്ക് DE അല്ലെ ΔE = 1 + E × ΔH ഡിവൈഡ് ബൈ H എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ ΔE ബൈ ഈ DE നമുക്ക് ΔE എന്ന് എഴുതാം. ഓക്കെ, ΔE ഡിവൈഡ് ബൈ 1 + E = ΔH ഡിവൈഡ് ബൈ H. ഓക്കെ, ഇപ്പം നമുക്ക് ഇപ്പം ΔE എന്ന് പറയുന്നത് എന്താണ്? ചേഞ്ച് ഇൻ വോയിഡ് റേഷ്യോ. കണ്ടില്ലേ? അപ്പം ചേഞ്ച് ഇൻ വോയിഡ് റേഷ്യോ യൂസ് ചെയ്ത് എങ്ങനെ നമുക്ക് ആക്ച്വൽ വോയിഡ് റേഷ്യോ കണ്ടുപിടിക്കാമെന്നുള്ള മെത്തേഡാണ് സെക്കൻഡ് മെത്തേഡ്. പക്ഷേ ഇതിനകത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിനകത്ത് നമ്മൾ ഫുള്ളി സാച്ചുറേറ്റഡ് കണ്ടീഷനാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, നമുക്ക് ആദ്യം ഇക്ക് പകരം EL കൊടുത്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് EL എന്ന് പറയുന്നത് ഫൈനൽ വോയിഡ് റേഷ്യോ ആണ്, അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് H കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ നമുക്ക് ഓരോ സ്റ്റേജിലുള്ള വോയിഡ് റേഷ്യോ കണ്ടുപിടിക്കാൻ പറ്റും. ഓരോ ΔH മെഷർ ചെയ്തെടുത്താൽ മതി. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ
വോയിഡ് റേഷ്യോ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് ഡെഫിനേഷൻസ് ആണ് പറയുന്നത്. നോർമലി കൺസോളിഡേറ്റഡ് ക്ലേ. വാട്ട് ഈസ് നോർമലി കൺസോളിഡേറ്റഡ് ക്ലേ? നമുക്ക് മെയിൻലി 3 ടൈപ്പ് ഓഫ് കൺസോളിഡേഷൻ ആണുള്ളത്. അതായത് നോർമലി കൺസോളിഡേറ്റഡ് ഉണ്ട്, ഓവർ കൺസോളിഡേറ്റഡ് ഉണ്ട്, അണ്ടർ കൺസോളിഡേറ്റഡ് ഉണ്ട്. ഓക്കെ, നോർമലി കൺസോളിഡേറ്റഡ് എന്ന് പറയുന്നത് എ നോർമലി കൺസോളിഡേറ്റഡ് സോയിൽ ഈസ് വൺ വിച്ച് ഹാഡ് നോട്ട് ബീൻ സബ്ജക്റ്റഡ് ടു എ പ്രഷർ ഗ്രേറ്റർ ദാൻ ദ പ്രസൻറ്റ് എക്സിസ്റ്റിംഗ് പ്രഷർ. അതായത് നമ്മളിപ്പോൾ ഒരു സോയിലിൽ ഒരു പ്രഷർ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രഷറിനെ കാട്ടി ഒരു വലിയ പ്രഷർ അത് മുൻപ് ഒരിക്കലും അതിന് വന്നിട്ടില്ല, അതിന് മുകളിൽ വന്നിട്ടില്ല. അതായത് ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു പ്രഷർ ആ സോയിൽ ക്യാരി ചെയ്യുന്നത്. ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം. അല്ലാതെ പ്രസൻറ്റ് എക്സിസ്റ്റിംഗ് പ്രഷർ എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും വലിയ പ്രഷർ. മുൻപൊരിക്കലും പണ്ടൊരിക്കലും ഇതുപോലൊരു പ്രഷർ അല്ലെങ്കിൽ ഇതിനെക്കാട്ടി വലിയൊരു പ്രഷർ ആ സോയിലിൽ വന്നിട്ടില്ല. ആ ടൈപ്പ് ഓഫ് ക്ലേയെ അല്ലെങ്കിൽ ആ സോയിലിനെ പറയുന്ന പേരാണ് നോർമലി കൺസോളിഡേറ്റഡ് ക്ലേ അല്ലെങ്കിൽ സോയിൽ എന്ന് പറയും. ഓക്കെ, അപ്പം ഈ ഒരു കേസ് നമുക്ക് കാണണമെങ്കിൽ നമ്മുടെ ആ പഴയ കർവില്ലേ, റീലോഡിങ് അൺലോഡിങ് പ്ലോട്ട്, ആ പ്ലോട്ടിലെ ഫസ്റ്റ് കർവ്, അതായത് A തൊട്ട് B വരെയുള്ള കർവിനെയാണ് നമ്മൾ ഈ നോർമലി കൺസോളിഡേറ്റഡ് ക്ലേയുടെ കേസായിട്ട് പറയുന്നത്. ഓക്കെ, അതിനെ വെർജിൻ കംപ്രഷൻ കർവ് എന്നും പറയും. ഈ കേസിലുള്ള ലിക്വിഡിറ്റി ഇൻഡെക്സ് WL എന്ന് പറയുന്ന IL എന്ന് പറയുന്നത് 0.6 to 1 റേഞ്ച് ചെയ്ത് നിൽക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഓവർ കൺസോളിഡേറ്റഡ്. അപ്പോൾ എന്തായിരിക്കും ഓവർ കൺസോളിഡേറ്റഡ്? ഇപ്പോൾ നമ്മൾ പറഞ്ഞു നോർമലി കൺസോളിഡേറ്റഡ് എന്ന് പറഞ്ഞാൽ നോർമലി പ്രസൻറ്റ് കേസിൽ നമ്മൾ ലോഡ് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രഷർ കൊടുക്കുന്ന സമയത്ത് മുൻപൊരിക്കലും ഉണ്ടാവാത്ത വലിയൊരു പ്രഷർ, ഇതിനെക്കാട്ടി കൂടിയൊരു പ്രഷർ ഉണ്ടായിട്ടില്ല. ഓക്കെ, ഇപ്പോൾ ഓവർ കൺസോളിഡേറ്റഡ് എന്തായിരിക്കും? മുൻപ് എപ്പോഴോ ഒരു വലിയ പാസ്റ്റ് പ്രഷർ അല്ലെങ്കിൽ പാസ്റ്റിൽ എപ്പോഴോ ഒരു വലിയൊരു പ്രഷർ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴത്തെ പ്രഷറിനെ കാട്ടി കൂടിയ ഒരു പ്രഷർ പണ്ട് എപ്പോഴോ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു കേസിനെയാണ് ഓവർ കൺസോളിഡേറ്റഡ് ക്ലേ എന്ന് പറയുന്നത്. ദ സോയിൽ വിച്ച് ഹാഡ് ബീൻ സബ്ജക്റ്റഡ് ഇൻ ദ പാസ്റ്റ് ടു എ പ്രഷർ ഗ്രേറ്റർ ദാൻ ദ പ്രസൻറ്റ് എക്സിസ്റ്റിംഗ് പ്രഷർ. പ്രസൻറ്റ് എക്സിസ്റ്റിംഗ് പ്രഷറിനെ കാട്ടി വലിയൊരു പ്രഷർ പാസ്റ്റിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ക്ലേ പറയുന്ന പേരാണ് ഓവർ കൺസോളിഡേറ്റഡ് ക്ലേ. ഈ കേസിൽ ലിക്വിഡിറ്റി ഇൻഡെക്സ് കുറവായിരിക്കും, 0 to 0.6 ആയിരിക്കും. ഓക്കെ, പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പിന്നെ പറയാനുള്ളൊരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും പാസ്റ്റിൽ ഒരു വലിയ ഒരു പ്രഷർ വന്നിട്ടുണ്ടെങ്കിൽ ഓൾറെഡി സെറ്റിൽമെൻറ്റ് അല്ലെ കൺസോളിഡേഷൻ ഉണ്ടായിട്ടുണ്ടായിരിക്കും സോയിലിൽ, അല്ലേ? അപ്പോൾ പണ്ട് നമ്മളൊരു ലൂസായിട്ടുള്ള സോയിലിൽ വലിയൊരു പ്രഷർ വന്നായിരുന്നു. സോ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് കൺസോളിഡേറ്റഡ് ടു ഇറ്റ്സ് മാക്സിമം, അല്ലേ? ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ലോഡ് കൊടുക്കുന്ന സമയത്ത് അതിന് കൺസോളിഡേറ്റ് ചെയ്യത്തില്ല. സോ ബിക്കോസ് അതിന് പാസ്റ്റിൽ ഒരു വലിയ പ്രഷർ വന്നിട്ടുണ്ട് ആ സോയിൽ ഓൾറെഡി. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളൊരു സോയിലാണെങ്കിൽ, ഓവർ കൺസോളിഡേറ്റഡ് ആയിട്ടുള്ളൊരു സോയിലാണെങ്കിൽ നമ്മളൊരു വീട് പണിയുവാണെങ്കിലും സെറ്റിൽമെൻ്റ് ഒന്നും ഉണ്ടാകത്തില്ല. സോ സെറ്റിൽമെൻറ്റ് വിൽ ബി സ്മോൾ. ഓക്കെ, അതാണ് ചിന്തിക്കേണ്ട ഒരു കാര്യം. പിന്നെ പറയാനുള്ള ഒരു റേഷ്യോയാണ് ഓവർ കൺസോളിഡേഷൻ റേഷ്യോ എന്ന് പറയും, OCR എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ ഓവർ കൺസോളിഡേഷൻ റേഷ്യോ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദ മാക്സിമം പ്രഷർ ടു വിച്ച് ഹാഡ് ബീൻ സബ്ജക്റ്റഡ് ടു ഇൻ ദ പാസ്റ്റ് ടു ദ പ്രസൻറ്റ് പ്രഷർ. അതായത് പണ്ട് ഒരിക്കൽ കൊടുത്ത ഒരു മാക്സിമം പ്രഷർ ഡിവൈഡ് ബൈ ദ പ്രസൻറ്റ് പ്രഷർ, അതാണ് ഓവർ കൺസോളിഡേഷൻ റേഷ്യോ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ടെർസാഗീസ് തിയറി ഓഫ് കൺസോളിഡേഷൻ ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ പ്രത്യേകിച്ച് ഡെറിവേഷൻ നിങ്ങൾക്ക് പഠിക്കാനില്ല, ജസ്റ്റ് അതിൻ്റെ എന്താണ് ഈ തിയറി പറയുന്നതും അതുപോലെ അതിൻ്റെ അസംഷൻസും മാത്രം പഠിച്ചാൽ മതി. സോ വാട്ട് ഈസ് ടെർസാഗീസ് തിയറി ഓഫ് കൺസോളിഡേഷൻ? സോ ടെർസാഗീസ് തിയറി ഓഫ് കൺസോളിഡേഷൻ എന്താണെന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ, ടെർസാഗി അറിയാമല്ലോ, ദ ഫാദർ ഓഫ് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ടെർസാഗി. ഇൻ 1925 ഈ തിയറി മുന്നോട്ട് വെച്ചത്. ഇതൊരു റേറ്റ് ഓഫ് കൺസോളിഡേഷൻ എന്ന് പറയുന്നത് CV ആണ്. റേറ്റ് ഓഫ് കൺസോളിഡേഷൻ എന്ന് പറയുന്നത് ഓക്കെ, അപ്പോൾ CV എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് കൺസോളിഡേഷൻ ആണ്. അതുപോലെ തന്നെ U എന്നുള്ളൊരു ടേം വരുന്നുണ്ട്, അതാണ് ഡിഗ്രി ഓഫ് കൺസോളിഡേഷൻ. അതുപോലെ TV എന്ന് പറയുന്ന ടേം വരുന്നുണ്ട്. TV എന്ന് പറയുന്ന സഫിക്സ് ആണ്. T എന്ന് പറയുന്നത് ക്യാപിറ്റലാണ് TV എന്ന് പറയുന്ന ടേം ടൈം ഫാക്ടറിനെ മീൻ ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരുപാട് ടേംസ് ഉണ്ട്, ഇനിയും വരാൻ പോകുന്ന ടേംസ് ആണ്. സോ ഇതിൻ്റെയൊക്കെ ഒരു ഐഡിയ കൊണ്ടുവന്നത്, അതുപോലെ കോഎഫിഷ്യന്റ് ഓഫ് കൺസോളിഡേഷനെയൊക്കെ കൊണ്ടുവന്നത് ടെർസാഗിയാണ്.
അപ്പോൾ ഇത് റേറ്റ് ഓഫ് കൺസോളിഡേഷനെ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു തിയറിയാണ്. സാച്ചുറേറ്റഡ് ആയിട്ടുള്ള സോയിൽ മാസിലായിരിക്കണം, അതുപോലെ തന്നെ സ്റ്റഡി ആയിട്ടുള്ള സ്റ്റാറ്റിക് ആയിട്ടുള്ള ലോഡിംഗ് ആയിരിക്കണം. നമുക്ക് അസംഷൻസ് നോക്കാം. സോയിൽ ഈസ് ടു ബി ഹോമോജീനിയസ് ആൻഡ് ഐസോട്രോപിക്. ഇറ്റ് മസ്റ്റ് ബി ഫുള്ളി സാച്ചുറേറ്റഡ്. സോളിഡ് പാർട്ടിക്കിൾസ് ആൻഡ് വാട്ടർ ആർ ഇൻകംപ്രസിബിൾ ആയിരിക്കണം. ദ കോഎഫിഷ്യൻ്റ് ഓഫ് പെർമിബിലിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ഡാർസീസ് ലോ വാലിഡ് ആയിരിക്കണം. ഡ്രെയിനേജ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഡ്രെയിനേജേ പാടുള്ളൂ, ലാറ്ററൽ ഡ്രെയിനേജ് വരരുത്. ലോ പെർമിബിലിറ്റി ഓഫ് സോയിൽ, ടൈം ലാഗ്. ഓക്കെ, ദെൻ ദ കോൺസ്റ്റൻസ് എ വി ആൻഡ് എം വി ഷുഡ് ബി കോൺസ്റ്റൻസ്. അതായത് നമ്മുടെ കോഎഫിഷ്യൻ്റ് ഓഫ് വോളിയം ചേഞ്ചും കോഎഫിഷ്യൻ്റ് ഓഫ് കംപ്രഷൻ ഇൻഡെക്സും കോൺസ്റ്റൻ്റ് ആയിരിക്കണം എന്നൊക്കെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ അസംഷൻസ് എല്ലാം ഓർത്തിരിക്കണം. ടൈം ലാഗ് എന്ന് പറയുന്നത് നമ്മുടെ കൺസോൾട്ടേഷനിൽ ടൈം ലാഗ് എന്ന് പറയുന്നത് ലോ പെർമിബിലിറ്റി ഓഫ് സോയിലിന് എൻറ്റയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കണം. ഓക്കെ, അതാണ് സെക്കൻഡ് ലാസ്റ്റ് പോയിന്റ്. ഇത്രയും കാര്യങ്ങൾ ആണ് അസംഷൻസ് ആയിട്ട് ടെർസാഗി മുന്നോട്ട് വെച്ചത്. ഓക്കെ, ഇതിന് ഒരു തിയറി ഉണ്ട്, അതുപോലെ ഒരു ഡെറിവേഷൻ ഉണ്ട്. ഡെറിവേഷൻ നിങ്ങളുടെ സിലബസിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ആ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. So I will tell what's the equation. The basic differential equation for one-dimensional consolidation is CV into dou square U divided by dou Z square is equal to dou U by dou T. Okay, where CV is the coefficient of consolidation and CV is given by K divided by gamma W MV. വേർ നിങ്ങൾക്കറിയാം എം വി എന്താണെന്നറിയാം, കോഫിഷ്യൻ്റ് ഓഫ് വോളിയം ചേഞ്ച്. ഗാമ ഡബ്ല്യു എന്ന് പറയുന്നത് വാട്ടറിൻ്റെ യൂണിറ്റ് വെയിറ്റ്, കെ എന്ന് പറയുന്നത് കോഫിഷ്യൻ്റ് ഓഫ് പെർമിബിലിറ്റി, സി വി എന്ന് പറയുന്നത് കോഫിഷ്യൻ്റ് ഓഫ് കൺസോളിഡേഷൻ. ഓക്കെ, ഇത് ഫസ്റ്റ് ഇക്വേഷൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞ് നമുക്ക് യൂസ് ചെയ്യാം. ഈ സി വി ഈക്വൽ ടു കെ ഇൻറ്റു ഗാമ ഡബ്ല്യുവിൻ്റെ എം വി. ആ സി വി എന്താണെന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. സി വി ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ ഇസഡ് സ്ക്വയർ ഈക്വൽ ടു ഡോ യു ബൈ ഡോ ടി, വേർ യു ഇസ് ദ ഡിഗ്രി ഓഫ് കൺസോളിഡേഷൻ. യു ഇസ് ദ എക്സസ് എഫക്റ്റീവ് പ്രഷർ. ഓക്കെ, ഈ ക്യാപിറ്റൽ യു ആണ് ഡിഗ്രി ഓഫ് കൺസോളിഡേഷൻ, അത് വരുന്നേ ഉള്ളൂ. ഇതെന്ന് പറയുന്നത് എഫക്റ്റീവ് പ്രഷർ, എക്സസ് എഫക്റ്റീവ് പ്രഷറിനെ കാണിക്കുന്നതാണ് യു ഡാഷ്, അല്ലെ യു എന്നും പറയാം. യു ഡാഷ് എന്നിട്ടാലും കുഴപ്പമില്ല. ഇസഡ് എന്ന് പറയുന്നത് ഇസഡ് തിക്നെസ്സിൽ ഉണ്ടാകുന്നതായതുകൊണ്ട് ഇസഡ് ആ ഒരു ഡയറക്ഷനിലുള്ള തിക്നെസ് ആണ്. ടി എന്ന് പറയുന്നത് ടൈം. സോ ബേസിക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് വൺ ഡയമെൻഷണൽ കൺസോളിഡേഷൻ എന്ന് പറഞ്ഞാൽ സി വി ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ ഇസഡ് സ്ക്വയർ ഈക്വൽ ടു ഡോ യു ബൈ ഡോ ടി, വേർ സി വി ഇസ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് കൺസോളിഡേഷൻ ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ബൈ സി വി ഈക്വൽ ടു കെ ബൈ ഗാമ ഡബ്ല്യു എം വി, വേർ കെ ഇസ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് പെർമിബിലിറ്റി, ഗാമ ഡബ്ല്യു ഇസ് യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ, എം വി ഇസ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് വോളിയം ചേഞ്ച്. ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് പഠിക്കാനുള്ളൂ. ആകെ അസംഷൻസും ഇക്വേഷൻസും മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ടൈം ഫാക്ടറാണ്. ഓക്കെ, സോ നമ്മൾ ആ സി വി ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ ടി ഡോ ഇസഡ് സ്ക്വയർ ഈക്വൽ ടു ഡോ യു ബൈ ഡോ ടി എന്ന് പറയുന്ന നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ടെർസാഗിസ് തിയറി ഓഫ് കൺസോളിഡേഷൻ്റെ പ്രൊഡക്റ്റായിട്ട് വന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ സൊല്യൂഷൻ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് യു ഈക്വൽ ടു കിട്ടുന്നത് ഒരു വലിയ ഇക്വേഷനാണ്. അതായത് 1 മൈനസ് സിഗ്മ എൻ ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി 2 ബൈ എം സ്ക്വയർ ഇ റേസ് ടു മൈനസ് എം സ്ക്വയർ ടി വി എന്ന് പറയുന്ന ഒരു വലിയ ഇക്വേഷനാണ് കിട്ടുന്നത്. അതിനകത്ത് ടി വി എന്ന് പറയുന്ന ഒരു ഫാക്ടർ വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് മൊത്തത്തിൽ ബാക്കിയെല്ലാം കോൺസ്റ്റൻസ് ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഈ ആവറേജ് ഡിഗ്രി ഓഫ് കൺസോളിഡേഷൻ യു എന്ന് പറയുന്നത്, ക്യാപിറ്റൽ യു എന്ന് പറയുന്നത് ടി വിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണെന്ന് പറയാം, അല്ലെങ്കിൽ ടി വിയുടെ ഒരു ഫംഗ്ഷനാണ് യു എന്ന് നമുക്ക് പറയാം. സോ നമുക്ക് ആ സൊല്യൂഷൻ കണ്ടുപിടിച്ച സമയത്ത് നമുക്ക് മനസ്സിലായി യു ഇസ് പ്രൊപ്പോർഷണൽ ടു ടി വി, അല്ലെങ്കിൽ യു ഇസ് എ ഫംഗ്ഷൻ ഓഫ് ടി വി എന്ന് നമുക്ക് പിടികിട്ടി. സോ അത് വെച്ചിട്ട് നമ്മളൊരു ഇക്വേഷൻ ടി വിക്ക് ഉണ്ടാക്കി. ഓക്കെ, ടി വിക്ക് ഒരു ഇക്വേഷൻ ഉണ്ടാക്കി. ആ ഇക്വേഷൻ എന്ന് പറയുന്നത് അത് ഇമ്പോർട്ടൻ്റ് ആണ്. ടി വി ഇസ് ഈക്വൽ ടു സി വി ടി ബൈ ഡി സ്ക്വയർ. ഇതിനകത്ത് ടി എന്ന് പറയുന്നത് ടൈം ടേക്കൺ ഫോർ ഡ്രെയിനേജ് ഫ്രം ദ ടൈം ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ലോഡാണ്.
അതായത് നമ്മുടെ വെള്ളം ഒലിച്ച് അതിൻ്റെ എൻസിൽ എത്താൻ വേണ്ടി, അതായത് കൺസോൾട്ടേഷൻ ഉണ്ടാകുന്ന സമയത്ത് പുറത്തോട്ട് വെള്ളം ഡ്രെയിനേജ് പാത്ത് ക്രിയേറ്റ് ചെയ്ത് പുറത്തോട്ട് പോകാൻ എത്രമാത്രം ടൈം എടുത്തു എന്നുള്ളതിനെ കാണിക്കുന്ന ആ ഒരു ഫാക്ടറാണ് ടൈം ടി എന്ന് പറയുന്നത്, സ്മോൾ ടി. സി വി എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് കൺസോൾട്ടേഷൻ, ആൻഡ് ഡി എന്ന് പറയുന്നത് ഡ്രെയിനേജ് പാത്തിൻ്റെ ഡെപ്ത് ആണ്, അല്ലെങ്കിൽ ആ ഹൈറ്റിനെയാണ് കാണിക്കുന്നത്. ഡ്രെയിനേജ് പാത്ത് ഇപ്പോൾ സിംഗിൾ ഡ്രെയിനേജ് ആണെങ്കിൽ ഡി തന്നെ ആയിരിക്കും, ഡബിൾ ഡ്രെയിനേജ് ആണെങ്കിൽ D/2 ആവും, കുറയും, പകുതി ടൈം മതി എത്താൻ വേണ്ടി. ഓക്കെ, അത് പ്രോബ്ലംസ് പറയുന്ന സമയത്ത് പറയാം. അപ്പോൾ ഇതാണ് ഇക്വേഷൻ ടി വി =CVT/d². ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് സി വിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. വി നോ ദാറ്റ് CV = K/mv Γ/W. അപ്പോൾ അത് വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ K/mv Γ/W × T/d² എന്ന് വരും. ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ ടൈം ഫാക്ടറും അതുപോലെ തന്നെ ആവറേജ് ഡിഗ്രി ഓഫ് കൺസോൾട്ടേഷനും തമ്മിലുള്ള റിലേഷൻ നമ്മൾ കണ്ടുപിടിക്കണം. ഇപ്പം നമുക്ക് കിട്ടിയത് കോഎഫിഷ്യന്റ് ഓഫ് കൺസോൾട്ടേഷനും അതുപോലെ തന്നെ ടൈം ഫാക്ടറും തമ്മിലുള്ള ഇക്വേഷനാണ് TV = CVT/d². അതുപോലെ തന്നെ നമുക്ക് ടി വിയും യുവും തമ്മിലുള്ള ഒരു റിലേഷൻ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമുക്ക് ടി വിയും യുവും കൊണ്ട് കേർവ്സ് പ്ലോട്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ടി വിയും യുവും തമ്മിലുള്ള കേർവ്സ് പ്ലോട്ട് ചെയ്തിട്ട് പാരാബോളിക് കേർവ്സ് ആണ് കിട്ടുന്നത്. സോ അത് ബേസ് ചെയ്ത് രണ്ട് എംപിറിക്കൽ ഇക്വേഷൻസ് ഓൾറെഡി മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് ഡിഗ്രി ഓഫ് കൺസോൾട്ടേഷൻ <0.6 വരുന്ന, അതായത് 60% കുറയുന്ന സമയത്തുള്ളതും 60% കൂടുതലുള്ള സമയത്ത് രണ്ട് ഇക്വേഷനാണ് ഉള്ളത്. ടി വിയും യുവും തമ്മിലുള്ള രണ്ട് ഇക്വേഷൻസ് ആണുള്ളത്. ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് TV = π/4u². സെക്കൻഡ് ഇക്വേഷൻ അത് U <0.6, അല്ലെങ്കിൽ 60% കൺസോൾട്ടേഷൻ അറ്റൈൻ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വരെ ഉള്ളത്, U <0.6 വരെ ഉള്ളതാണ് TV = π/4u². അതുപോലെ തന്നെ വി ഹാവ് അനദർ ഇക്വേഷൻ ഫോർ TV = 1.781 - 0.933 log 100 - u in percentage ആണ് 0.933. അപ്പോൾ u <0.6 വരുമ്പോൾ TV = 1.781 - 0.933 log 100 - u in percentage. log base 10 ആണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ ആണുള്ളത്. യൂഷ്വലി നമുക്ക് എക്സാംസിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഇക്വേഷൻ ഫസ്റ്റ് ഇക്വേഷൻ ആണ്. u will be <0.6 ആവുന്ന ടൈമിൽ TV = π/4u² ആണ്. ഓക്കെ, ആ ഇക്വേഷനാണ് യൂഷ്വലി യൂസ് ചെയ്ത് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. വിൽ ബി ഡിസ്കസിങ് ഓൺ ദ rest of the portions in the next class. Okay, thank you.